ഹലോ ഓൾ, എല്ലാവർക്കും മൈക്രോബയോട്ടിപ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇമ്മ്യൂണോളജി, മെഡിക്കൽ മൈക്രോബയോളജി ഏരിയയിൽ നിന്നുള്ള MCQs ആണ്. വിച്ച് ടൈപ്പ് ഓഫ് ആൻറ്റിബോഡീസ് വിൽ അസോസിയേറ്റ് വിത്ത് ബ്ലഡ് കൊയാഗുലേഷൻ? വിച്ച് ടൈപ്പ് ഓഫ് ആൻറ്റിബോഡീസ് വിൽ അസോസിയേറ്റ് വിത്ത് ബ്ലഡ് കൊയാഗുലേഷൻ? ബ്ലഡ് കൊയാഗുലേഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ആൻറ്റിബോഡി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ IgG, ഓപ്ഷൻ ബി IgM, ഓപ്ഷൻ സി IgD, ഓപ്ഷൻ ഡി IgE. ബ്ലഡ് കൊയാഗുലേഷനുമായി അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ആൻറ്റിബോഡി IgM ആണ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി IgM. IgM എന്ന് പറയുന്നതിനെ ഒരു പെൻറ്റാമർ എന്നാണ് വിളിക്കുന്നത്. കാരണം 5 ആൻറ്റിബോഡി സ്ട്രക്ചേഴ്സ് ഒരുമിച്ച് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്ട്രക്ചർ ആയതുകൊണ്ടാണ് അതിനെ പെൻറ്റാമർ എന്ന് വിളിക്കുന്നത്. ഇമ്മ്യൂണോഗ്ലോബുലിൻ്റെ സ്ട്രക്ചർ ഏകദേശം ഇങ്ങനെ വരും. നമുക്കറിയാം ആ ഒരു ആൻറ്റിബോഡിയുടെ സ്ട്രക്ചർ, ആ ഒരു വൈ ഷേപ്പിലെ സ്ട്രക്ചർ അങ്ങനെ 5 എണ്ണമായിട്ടാണ് കാണപ്പെടുന്നത്. സോ അതുകൊണ്ട് നമ്മളിതിനെ ഒരു പെൻറ്റാമർ എന്നാണ് വിളിക്കുന്നത്. സോ ദ റൈറ്റ് ആൻസർ ഈസ് IgM. ബ്ലഡ് കൊയാഗുലേഷന് ഹെൽപ്പ് ചെയ്യുന്നത് IgM ആണ്. ELISA test is used for the identification of. ELISA test is used for the identification of. ഓപ്ഷൻ എ AIDS, ഓപ്ഷൻ ബി ഫ്ലൂ, ഓപ്ഷൻ സി യെല്ലോ ഫീവർ, ഓപ്ഷൻ ഡി ഡയേറിയ. നമുക്കെല്ലാവർക്കും അറിയാം ELISA ടെസ്റ്റ്, എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോസോർബൻ്റ് അസേ. എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോസോർബൻ്റ് അസേ എന്നാണ് പറയുന്നത്. സോ എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോസോർബൻ്റ് അസേ ആണ് ELISA. സോ ഇവിടെ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം, എയ്ഡ്സ് ആണ് ELISA യൂസ് ചെയ്യുന്നത്. ELISA എന്ന് പറയുന്ന ടെക്നിക്ക് യൂസ് ചെയ്ത് ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഡിസീസ് എയ്ഡ്സ് ആണ്. ദ ആൻറ്റിബോഡി ഫസ്റ്റ് ഫോംഡ് ആഫ്റ്റർ ഇൻഫെക്ഷൻ. ഒരു ഇൻഫെക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ആദ്യം ഫോം ചെയ്യുന്ന ആൻറ്റിബോഡി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ IgG, ഓപ്ഷൻ ബി IgM, ഓപ്ഷൻ സി IgD, ഓപ്ഷൻ ഡി IgE. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ കൊയാഗുലേഷന് ഹെൽപ്പ് ചെയ്യുന്ന ആൻറ്റിബോഡി അല്ലെങ്കിൽ ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്ന് പറയുന്നത് IgM ആണെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഇവിടെ ഒരു ഇൻഫെക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ആദ്യം ഫോം ചെയ്യുന്ന ആൻറ്റിബോഡിയും IgM തന്നെയാണ്. സോ IgM, ഇമ്മ്യൂണോഗ്ലോബുലിൻ M ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. Gonorrhea is a ഓപ്ഷൻ എ എയർബോൺ ഡിസീസ്, ഓപ്ഷൻ ബി വാട്ടർബോൺ ഡിസീസ്, ഓപ്ഷൻ സി സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ്, ഓപ്ഷൻ ഡി നോൺ വെനേറിയൽ ഡിസീസ്. Gonorrhea is a. The right answer is ഓപ്ഷൻ സി സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ്. ഗൊണോറിയ എന്ന് പറയുന്നത് ഒരു സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസാണ്. ഇത് കോസ് ചെയ്യുന്ന കോസേറ്റീവ് ഏജൻറ്റ് നീസേറിയ ഗൊണോറിയെ ആണ്. നീസേറിയ ഗൊണോറിയെ. നീസേറിയ ഗൊണോറിയയാണ് ഒരു സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസാണ്. സെക്ഷുവലി ആൻഡ് വെനേറിയൽ, സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് വെനേറിയൽ ഡിസീസാണ് നീസേറിയ. ഗൊണോറിയ കോസ് ചെയ്യുന്ന ഗൊണോറിയ എന്ന് പറയുന്ന ഡിസീസ്. ഗൊണോറിയയെ പറ്റി പറയുകയാണെങ്കിൽ എന്താണ്, ഡിപ്ലോകോക്കയാണ് ഗൊണോറിയ. നമ്മൾ മോർഫോളജിയുടെ ക്ലാസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ക്ലാസിഫിക്കേഷൻ ഓഫ് ബാക്ടീരിയയിൽ നമ്മൾ പഠിച്ചതാണ് ഒരു എക്സാമ്പിളായിട്ട് നീസേറിയ ഗൊണോറിയ. നീസേറിയ എന്ന് പറയുന്ന ഒരു ഡിപ്ലോകോക്കയാണ്. 2 കോക്കെ ഒരേപോലെ ഒരുമിച്ചിരിക്കുന്ന ഒരു സ്ട്രക്ചറാണ് നീസേറിയ ഗൊണോറിയ. ആൻറ്റിബോഡീസ് ഇൻ അവർ ബോഡി ആർ പ്രൊഡ്യൂസ്ഡ് ബൈ. ആൻറ്റിബോഡീസ് ഇൻ അവർ ബോഡി ആർ പ്രൊഡ്യൂസ്ഡ് ബൈ. ഓപ്ഷൻ എ ലിംഫോസൈറ്റ്സ്, ഓപ്ഷൻ ബി T ലിംഫോസൈറ്റ്സ്, ഓപ്ഷൻ എ B ലിംഫോസൈറ്റ്സ്, ഓപ്ഷൻ ബി T ലിംഫോസൈറ്റ്സ്, ഓപ്ഷൻ സി മോണോസൈറ്റ്സ്, ഓപ്ഷൻ ഡി RBCs.
സോ ആൻറ്റിബോഡീസ് നമ്മുടെ ബോഡിയിൽ എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻറ്റിബോഡീസ് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ആരാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? യെസ്, ബി ലിംഫോസൈറ്റ്സ് ആണ് ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മൾ സെല്ലുലാർ ഇമ്മ്യൂണിറ്റി, ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ് ഒരു ടോപ്പിക് എടുത്തിട്ടുണ്ടായിരുന്നു ക്ലാസ് ആയിട്ട്, ഇമ്മ്യൂണോളജിയുടെ പാർട്ടായിട്ട്. സോ അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആൻറ്റിബോഡീസ് എങ്ങനെയാണ് ബി ലിംഫോസൈറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നൊക്കെ. വയ പ്ലാസ്മ സെൽസ് വഴി ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ബി ലിംഫോസൈറ്റ്സ് ആണ്. അതേപോലെ തന്നെ ബി ലിംഫോസൈറ്റ് മീഡിയേറ്റ് ചെയ്യുന്ന ഇമ്മ്യൂണിറ്റി ഏതാണ്? യെസ്, ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി ആണ്. The branch of biology which involves the study of immune systems in all organisms is called dash. The branch of biology which involves the study of immune systems in all organisms is called dash. സോ ഇമ്മ്യൂൺ സിസ്റ്റത്തെ പറ്റിയുള്ള സ്റ്റഡി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ സുവോളജി, ഓപ്ഷൻ ബി മൈക്രോബയോളജി, ഓപ്ഷൻ സി ഇമ്മ്യൂണോളജി, ഓപ്ഷൻ ഡി ഹെമറ്റോളജി. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ആണ്, ഇമ്മ്യൂണോളജി. Which of the following immunity is obtained during a lifetime? Which of the following immunity is obtained during a lifetime? ഒരു ലൈഫ് ടൈം കൊണ്ട് ആർജിച്ചെടുക്കുന്ന ആ ഒരു ഇമ്മ്യൂണിറ്റി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ അക്വയർഡ് ഇമ്മ്യൂണിറ്റി, ഓപ്ഷൻ ബി ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി, ഓപ്ഷൻ സി ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി, ഓപ്ഷൻ ഡി ഹേർഡ് ഇമ്മ്യൂണിറ്റി. അക്വയർഡ് ഇമ്മ്യൂണിറ്റിയാണ് നമ്മൾ ഒരു ലൈഫ് ടൈമിൽ അക്വയർ ചെയ്തെടുക്കുന്ന അല്ലെങ്കിൽ ഒബ്റ്റെയിൻ ചെയ്യുന്ന ഇമ്മ്യൂണിറ്റിയാണ് അക്വയർഡ് ഇമ്മ്യൂണിറ്റി എന്ന് വിളിക്കുന്നത്. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ജന്മനാ ഉള്ള, ജനിക്കുമ്പോൾ മുതലുള്ള ആ ഒരു ഇമ്മ്യൂണിറ്റിയാണ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് വിളിക്കുന്നത്. ഹേർഡ് ഇമ്മ്യൂണിറ്റി അത്ര ഫെമിലിയർ ആയിട്ടുള്ള ഒരെണ്ണമല്ല അല്ലേ. സോ ഹേർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഹേർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് നമ്മളൊരു പോപ്പുലേഷൻ എടുക്കുന്ന കേസിൽ ആ ഒരു പോപ്പുലേഷനെ മുഴുവൻ ഇപ്പം വാക്സിനേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി മുഴുവൻ ഇമ്മ്യൂൺ ആണെങ്കിൽ, എന്തെങ്കിലും റെസിസ്റ്റൻ്റ് ആണ് ഒരു ഡിസീസിനോടെങ്കിൽ അതിനെ നമുക്ക് ഹേർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയാം. ഒന്നുകിൽ വാക്സിനേഷൻ വഴിയായിരിക്കാം ആ ഇമ്മ്യൂണിറ്റി അവർക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പ്രീവിയസ് ഒരു ഇൻസിഡൻ്റ് ഉണ്ടായി, അല്ലെങ്കിൽ ഒരു പ്രീവിയസ് ആയിട്ടൊരു ഡിസീസ് ഉണ്ടായി, അതിൽ നിന്ന് ഒരു പ്രീവിയസ്ലി ഒരു ഓർഗാനിസം ഇൻഫെക്റ്റ് ചെയ്തതിൽ നിന്ന് അവർക്കൊരു എന്തുണ്ടാകാം, ഇമ്മ്യൂൺ ഡെവലപ്മെൻറ്റ് ഉണ്ടാകും, ഒരു ഇമ്മ്യൂൺ സിസ്റ്റം ഉണ്ടായിരിക്കാം ഏതെങ്കിലും ഒരു ഡിസീസിന് അഗൻസ്റ്റ് ആയിട്ട്. സോ അതിനെയാണ് നമ്മൾ ഹേർഡ് ഇമ്മ്യൂണിറ്റി എന്ന് വിളിക്കുന്നത്. സോ നെക്സ്റ്റ് ഈസ് ഹൗ മെനി ടൈപ്സ് ഓഫ് ആൻറ്റിബോഡീസ് ആർ ദെയർ? എത്ര ടൈപ്പ് ആൻറ്റിബോഡീസ് ആണുള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 1, ഓപ്ഷൻ ബി 4, ഓപ്ഷൻ സി 5, ഓപ്ഷൻ ഡി 8. ഹൗ മെനി ടൈപ്സ് ഓഫ് ആൻറ്റിബോഡീസ് ഓർ ഇമ്മ്യൂണോഗ്ലോബുലിൻസ്? എത്ര ടൈപ്പ് ഇമ്മ്യൂണോഗ്ലോബുലിൻസ് ആണുള്ളത് നമുക്ക്? IgA ഉണ്ട്, IgE ഉണ്ട്, IgG ഉണ്ട്, IgD ഉണ്ട്, IgM ഉണ്ട്. സോ നമുക്ക് ടോട്ടൽ 5 ടൈപ്പ് ആൻറ്റിബോഡീസ് ആണുള്ളത്. സോ ടോട്ടൽ 5 ടൈപ്പ് ആൻറ്റിബോഡീസ് ആണ് നമുക്കുള്ളത്. 5 ടൈപ്പ് ആൻറ്റിബോഡീസ് ആണ് നമുക്ക് ടോട്ടൽ ഉള്ളത്. സോ ദ റൈറ്റ് ആൻസർ ഈസ് 5. Interferons are ഓപ്ഷൻ എ സൈറ്റോകൈൻ ബാരിയേഴ്സ്, ഓപ്ഷൻ ബി സ്കിൻ ബാരിയേഴ്സ്, ഓപ്ഷൻ സി സെല്ലുലാർ ബാരിയേഴ്സ്, ഓപ്ഷൻ ഡി ഫിസിയോളജിക്കൽ ബാരിയേഴ്സ്. ഇൻ്റർഫെറോൺസ് എന്ന് പറയുന്നത് എന്താണ്? യെസ്, സൈറ്റോകൈൻ ബാരിയേഴ്സ് ആണ്. ഇൻ്റർഫെറോൺസ് ആർ സൈറ്റോകൈൻ ബാരിയേഴ്സ്. സൈറ്റോകൈൻസിൻ്റെ എക്സാമ്പിളായിട്ട് വരുന്നതാണ് ഇൻ്റർഫെറോൺസും ഇൻ്റർലൂക്കിൻസും TNF ഒക്കെ.
Which of the following test is specific for brucellosis? ബ്രൂസെല്ലോസിന് സ്പെസിഫിക് ആയിട്ടുള്ള ടെസ്റ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ കാസ്റ്റനെഡ സ്ട്രിപ്പ്, ഓപ്ഷൻ ബി ഫ്രേ ടെസ്റ്റ്, ഓപ്ഷൻ സി വെയിൽസ് ടെസ്റ്റ്, ഓപ്ഷൻ ഡി മോട്ടിലിറ്റി ടെസ്റ്റ്. ബ്രൂസെല്ലോസിന് സ്പെസിഫിക് ആയിട്ടുള്ള ടെസ്റ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ കാസ്റ്റനെഡ സ്ട്രിപ്പ് ടെസ്റ്റ് ആണ്. കാസ്റ്റനെഡ സ്ട്രിപ്പ് ടെസ്റ്റ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇമ്മ്യൂൺ സിസ്റ്റം സെൽസ് ഡു നോട്ട് പെർഫോം ഫാഗോസൈറ്റോസിസ്? ഫാഗോസൈറ്റോസിസ് നടത്താത്ത സെൽസ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശ്രദ്ധിക്കുക, ഡു നോട്ട് പെർഫോം. നമ്മൾ പെട്ടെന്ന് ക്വസ്റ്റ്യൻ കണ്ടിട്ട് നേരെ ഒരു ആൻസറിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. ഓപ്ഷൻ എ മാക്രോഫേജ്, ഓപ്ഷൻ ബി ന്യൂട്രോഫിൽ, ഓപ്ഷൻ സി ഇസിനോഫിൽ, ഓപ്ഷൻ ഡി ബേസോഫിൽ. ഫാഗോസൈറ്റോസിസിൽ ഇൻവോൾവ് ആയിട്ടുള്ള സെൽസ് ഏതൊക്കെയായിരുന്നു? യെസ്, മാക്രോഫേജ് ഉണ്ട്, ന്യൂട്രോഫിൽസ് ഉണ്ട്, ഇസിനോഫിൽസ് ഉണ്ട്, സംടൈംസ് ഡെൻഡ്രൈറ്റിക് സെൽസ് നമുക്ക് പറയാം. സോ ഇൻവോൾവ് ആകാത്ത ഒരു സെല്ലി ഓപ്ഷനിലുള്ള ആളാരാണ്? യെസ്, ബേസോഫിൽസ്. ഇസിനോഫില്, ബേസോഫില്, ന്യൂട്രോഫില് ഇവരുടെ പ്രത്യേകത എന്താണ്? ഇവരെന്താണ്? ഗ്രാനുലോസൈറ്റ്സ് ആണ്. WBCയെ എഗ് ഗ്രാനുലോസൈറ്റ്സ് എന്നും ഗ്രാനുലോസൈറ്റ്സ് എന്നും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിനകത്തെ ഗ്രാനുലോസൈറ്റ്സ് ആണ് ന്യൂട്രോഫില്, ഇസിനോഫില്, ബേസോഫില്. അതേപോലെ എമൗണ്ട് കൂടുതലുള്ള സെല്ലെന്ന് പറയുന്നത് ഈ WBCയിൽ ഏതാണ്? ന്യൂട്രോഫിലാണ്. സോ ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്, നമ്മുടെ ഇവിടുത്തെ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് ബേസോഫിൽസ് ആണ്. മോണോസൈറ്റ്സ് ഡിഫറൻഷിയേറ്റ് ഇൻറ്റു വിച്ച് കൈൻഡ് ഓഫ് ഫാഗോസൈറ്റിക് സെല്ല്? മോണോസൈറ്റ്സ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഏത് ടൈപ്പ് ഫാഗോസൈറ്റിക് സെൽസ് ആണ് ഉണ്ടാകുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ന്യൂട്രോഫിൽ, ഓപ്ഷൻ ബി ബി സെൽസ്, ഓപ്ഷൻ സി ടി സെൽസ്, ഓപ്ഷൻ ഡി മാക്രോഫേജസ്. മോണോസൈറ്റ്സ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഉണ്ടാകുന്ന സെൽസ് ഏതാണ്? യെസ്, മാക്രോഫേജസ് ആണ്. ഫാഗോസൈറ്റോസിസിൽ ഇൻവോൾവ് ആയിട്ടുള്ള മാക്രോഫേജസ് ആണ് മോണോസൈറ്റ് ഡിഫറൻഷ്യ. FAB ഫ്രാഗ്മെൻറ്റ്. ഓപ്ഷൻ എ ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ പെപ്സിൻ ട്രീറ്റ്മെൻറ്റ്. പെപ്സിൻ ട്രീറ്റ്മെൻറ്റ് വഴി അല്ല, പെപ്പൈൻ്റെ ട്രീറ്റ്മെൻറ്റ് വഴിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ എ തെറ്റാണ്. ഓപ്ഷൻ ബി ബൈൻസ് ആൻറ്റിജൻ. യെസ്, ബൈൻസ് ആൻറ്റിജൻ. ഓക്കെ. ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ സെപ്പറേഷൻ ഓഫ് ഹെവി ആൻഡ് ലൈറ്റ് ചെയിൻസ്. ഹെവി ചെയിൻസും ലൈറ്റ് ചെയിൻസും സെപ്പറേറ്റ് ചെയ്യുമ്പോൾ അല്ല. ഓക്കെ, സോ അതും നമുക്ക് കൺസിഡർ ചെയ്യാൻ സാധിക്കില്ല. ലാക്സ് ലൈറ്റ് ചെയിൻ. ലൈറ്റ് ചെയിൻ ഉണ്ട്, ലൈറ്റ് ചെയിൻ ഇല്ല എന്നാണ് ഇവിടെ കൊടുത്തിരുന്നത്. സോ നമുക്ക് ഇവിടുത്തെ ആൻസറായിട്ട് ബൈൻസ് ആൻറ്റിജൻ. ഓപ്ഷൻ ബി പറയാം. ഇറ്റ് ബൈൻസ് FAB, ഫ്രാഗ്മെൻറ്റ് ആൻറ്റിജൻ ബൈൻഡിങ് എന്നാണ് പറയുന്നത്. ഫ്രാഗ്മെൻറ്റ് ആൻറ്റിജൻ ബൈൻഡിങ് സൈറ്റ് എന്നാണ് FABയെ പറയുന്നത്. നമ്മളൊരു ഇമ്മ്യൂണോഗ്ലോബുലിൻ്റെ സ്ട്രക്ചർ എടുക്കുന്ന ടൈമിൽ ഈ ഒരു റീജിയണിനെയാണ് FAB എന്ന് വിളിക്കുന്നത്. അതായത് ഇത്രയും ബാക്കി താഴോട്ട് വരുന്ന ആ ഒരു ഇതിനെ FC റീജിയൺ എന്നാണ് പറയുന്നത്. ഇത് FC റീജിയണും ഇത് FAB റീജിയണുമാണ് വരുന്നത്. ഓക്കെ, കോസേറ്റീവ് ഏജൻറ്റ് ഓഫ് ടെറ്റനസ്. ടെറ്റനസിൻ്റെ കോസേറ്റീവ് ഏജൻറ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ക്ലോസ്ട്രിഡിയം ടെറ്റനി, ഓപ്ഷൻ ബി ക്ലോസ്ട്രിഡിയം ബോട്ടിലിനം, ഓപ്ഷൻ സി ക്ലോസ്ട്രിഡിയം ബെൽഷി, ഓപ്ഷൻ ഡി ക്ലോസ്ട്രിഡിയം പെർഫ്രിഞ്ചൻസ്. ടെറ്റനസ് കോസ് ചെയ്യുന്ന കോസേറ്റീവ് ഓർഗാനിസമാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ് ആൻസർ, ക്ലോസ്ട്രിഡിയം ടെറ്റനി. നമുക്ക് പെട്ടെന്ന് തന്നെ പറയാൻ സാധിക്കും, കാരണം ആ പേരിൽ നിന്ന് തന്നെ മനസ്സിലാകും ക്ലോസ്ട്രിഡിയം ടെറ്റനിയാണ് കോസ് ചെയ്യുന്നത്. ക്ലോസ്ട്രിഡിയം ടെറ്റനി. ടെറ്റനസ് ഈസ് കോസ്ഡ് ബൈ ദ സ്പ്രെഡ് ഓഫ്. Tetanus is caused by the spread of exotoxin, endotoxin, enterotoxin, and exotoxin. Exotoxin. The right answer is exotoxin. Toxin produced by Clostridium botulinum.
ക്ലോസ്ട്രിഡിയം ബോട്ടുലിനം പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോക്സിൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ബോട്ടുലിൻ, ഓപ്ഷൻ ബി ടെറ്റനോസ്പാസ്മിൻ, ഓപ്ഷൻ സി ടെറ്റനോലൈസിൻ, ഓപ്ഷൻ ഡി ബോട്ടിലിനിൻ. സോ ബോട്ടുലിസം എന്ന് പറയുന്ന ഡിസീസ് ക്ലോസ് ചെയ്യുന്ന ക്ലോസ്ട്രിഡിയം ബോട്ടുലിനം പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോക്സിൻ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്, ബോട്ടുലിൻ ആണ്. ടെറ്റനോസ്പാസ്മിനും ടെറ്റനോലൈസിനും ഇവർ രണ്ടുപേരും ക്ലോസ്ട്രിഡിയം ടെറ്റനി പ്രൊഡ്യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ടെറ്റനസ് എന്ന് പറയുന്ന ഡിസീസ് കോസ് ചെയ്യുന്ന ക്ലോസ്ട്രിഡിയം ടെറ്റനി പ്രൊഡ്യൂസ് ചെയ്യുന്ന രണ്ട് ടോക്സിൻസ് ആണ് ടെറ്റനോലൈസിനും ടെറ്റനോസ്പാസ്മിനും. Toxic shock syndrome is caused by option A Staphylococcus aureus, option B Streptococcus pyogenes, option C Vibrio cholerae, option D Salmonella. Toxic shock syndrome TSS caused by option A Staphylococcus ഓറിയസ്. ടോക്സിക് ഷോക്ക് സിൻഡ്രോം കോസ് ചെയ്യുന്നത് സ്റ്റെഫൈലോകോക്കസ് ഓറിയസ് ആണ്. കോസേറ്റീവ് ഏജൻറ്റ് ഓഫ് സിഫിലിസ് ട്രിപ്പോണീമ പലിഡം, ട്രിപ്പോണീമ പെർട്ടെന്യൂ, ട്രിപ്പോണീമ കരേട്ടിയം, ട്രിപ്പോണീമ എൻഡമിക്കം. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ട്രിപ്പോണീമ പലിഡം. Beta-lactam ring is present in option A penicillin, option B chloramphenicol, option C tetracycline, option D erythromycin. Beta-lactam ring is present in option A penicillin, option B chloramphenicol, option C tetracycline, option D erythromycin. The right answer is option A penicillin. Antibiotic acting cell wall, option A penicillin, option B bacitracin, option B bacitracin, option C cyclosporin, option D all of the above. Penicillin, cephalosporins, bacitracins ഒക്കെ സെൽ വോളിൽ ആക്ട് ചെയ്യുന്ന ആൻറ്റിബയോട്ടിക്സ് ആണ്. സോ ഓൾ ഓഫ് ദി എബോവ്. ഇതിൽ സൈക്ലോസ്പോറിൻ എന്ന് പറയുന്നത് ശരിക്കും ഒരു ഇമ്മ്യൂണോ സപ്രസൻ്റ് ഡ്രഗായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ട്രിപ്പിൾ ടോക്സോയിഡ് വാക്സിൻ ഗീവ് പ്രൊട്ടക്ഷൻ എഗൻസ്റ്റ്. ട്രിപ്പിൾ ടോക്സോയിഡ് ഏതാ? DPT ഓർ DTP എന്ന് പറയുന്നതാണ്. ഏതൊക്കെയാണ്? ഡിഫ്തീരിയ, പെർട്ടൂസിസ്, ടെറ്റനസ് ഓർ ഡിഫ്തീരിയ, ടെറ്റനസ്, പെർട്ടൂസിസ്. അതിൽ വരുന്നത് ഇവിടെ നോക്കിയാൽ അറിയാം. ഡിഫ്തീരിയ, പെർട്ടൂസിസ് എന്ന് പറയുമ്പോൾ വൂപ്പിംഗ് കഫാണ്. ടെറ്റനസ്, ഇത് മൂന്നും കൂടെ വരുന്ന ഒരു കോമ്പിനേഷൻ. യെസ്, ഓപ്ഷൻ എ അല്ല, ഓപ്ഷൻ ബി അല്ല, ഓപ്ഷൻ ഡി അല്ല, സൈസ് ഓപ്ഷൻ സി ആണ്. വൂപ്പിംഗ് കഫ്, ടെറ്റനസ് ആൻഡ് ഡിഫ്തീരിയ. അതാണ് ട്രിപ്പിൾ ടോക്സോയിഡ് വാക്സിനായിട്ട് വരുന്നത്. സെപ്റ്റിസീമിയ, ഓപ്ഷൻ എ ഈസ്റ്റ് ഇൻ ബ്ലഡ്, ഓപ്ഷൻ ബി വൈറസ് ഇൻ ബ്ലഡ്, ഓപ്ഷൻ സി പാരസൈറ്റ് ഇൻ ബ്ലഡ് ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ, ഓപ്ഷൻ ഡി മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ബാക്ടീരിയൽ ടോക്സിൻസ് ഇൻ ബ്ലഡ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി ആണ്, ബാക്ടീരിയൽ ടോക്സിൻസ്. ലൈം ഡിസീസ് ഈസ് കോസ്ഡ് ബൈ ഓപ്ഷൻ എ ആക്ടിനോമൈസിറ്റ്, ഓപ്ഷൻ ബി yeast, ഓപ്ഷൻ സി സ്പൈറോക്കീറ്റ്, ഓപ്ഷൻ ഡി മൈക്കോപ്ലാസ്മ. ലൈം ഡിസീസ് കോസ് ചെയ്യുന്നത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ആണ്, ഒരു സ്പൈറോക്കീറ്റാണ് ലൈം ഡിസീസ് കോസ് ചെയ്യുന്നത്. ബൊറീലിയ സ്പീഷീസിലുള്ള ഒരു ഓർഗനിസമാണ് ലൈം ഡിസീസ് ഒരു കോസ് ചെയ്യുന്നത്. ഇതൊരു സ്പൈറോക്കീറ്റാണ്, ബൊറീലിയ സ്പീഷീസാണ് ലൈം ഡിസീസ് കോസ് ചെയ്യുന്നത്. ബയോളജിക്കൽ ഫാൾസ് റിയാക്ഷൻ ഇൻ VDRL റിലേറ്റഡ് ടു
biological false reaction in VDRL related to? VDRL ടെസ്റ്റിൽ ബയോളജിക്കൽ ഫോൾസ് റിയാക്ഷൻ സിഫിലിസിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റാണ് VDRL. അതിൽ ബയോളജിക്കൽ ഫോൾസ് റിയാക്ഷൻ കാണിക്കുന്നത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ലെപ്ര ബാസിലെ, ഓപ്ഷൻ ബി കോർണി ബാക്ടീരിയം, ഓപ്ഷൻ സി ക്ലോസ്ട്രിഡിയം, ഓപ്ഷൻ ഡി നൺ. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ലെപ്ര ബാസിലെ. വൂപ്പിംഗ് കഫ് ഈസ് കോസ്ഡ് ബൈ. Whooping cough is caused by option A Bordetella bronchi, option B diphtheria, option C Clostridium tetani, option D Bordetella pertussis. വൂപ്പിംഗ് കഫ് നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞതേ ഉള്ളൂ. ഏതാണ്? യെസ്, ഓപ്ഷൻ ഡി ആണ്. ബോർഡറ്റെല്ല പെർട്ടൂസിസ് ആണ് വൂപ്പിംഗ് കഫ് കോസ് ചെയ്യുന്നത്. അതേപോലെ നമ്മൾ കുറച്ച് മുമ്പ് VDRL ടെസ്റ്റ് പറഞ്ഞിരുന്നു. VDRLൻ്റെ ഫുൾ ഫോം ഒന്ന് നോട്ട് ചെയ്തേക്കണം. വെനേറിയൽ ഡിസീസ് റിസർച്ച് ലബോറട്ടറി എന്നാണ്. വെനേറിയൽ ഡിസീസ് റിസർച്ച് ലബോറട്ടറി ആണ് VDRL. ഓക്കെ. ബാസിട്രാസിൻ സെൻസിറ്റിവിറ്റി ടെസ്റ്റ് ഈസ് ഡൺ ഫോർ. ബാസിട്രാസിൻ സെൻസിറ്റിവിറ്റി ടെസ്റ്റ് ഈസ് ഡൺ ഫോർ. ഓപ്ഷൻ എ ന്യൂമോകോക്കെ, ഓപ്ഷൻ ബി ഗ്രൂപ്പ് എ സ്ട്രെപ്റ്റോകോക്കെ, ഓപ്ഷൻ സി ഗോണോകോക്കെ, ഓപ്ഷൻ ഡി സ്റ്റെഫൈലോകോക്കെ. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ഗ്രൂപ്പ് എ സ്ട്രെപ്റ്റോകോക്കെ. Effect of antibiotics on microorganisms is mainly due to. Option A inhibition of cell wall synthesis. Yes. Option B damage to cytoplasmic membrane. Correct ആണ്. Inhibition of nucleic acid and protein synthesis. So the right answer is all of the above. എന്താണ് ആൻറ്റിബയോട്ടിക്സ് മൈക്രോ ഓർഗാനിസത്തിനെ എങ്ങനെയാണ് കില്ല് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ആക്ഷൻ എന്ന്. ഫീഫർ ഫിനോമിന ഈസ് റിലേറ്റഡ് ടു. ഓപ്ഷൻ എ വിബ്രിയോ കോളറെ, ഓപ്ഷൻ ബി ബാസിലസ് ആന്ത്രാക്സ്, ഓപ്ഷൻ സി റിക്കറ്റ്സിയൽ പോക്സ്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബോവ്. ഫീഫർ ഫിനോമിന വിബ്രിയോ കോളറയുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. നമ്മളൊരു ടെസ്റ്റാണ് ഫീഫർ ഒരു ടെസ്റ്റാണ് ചെയ്യുന്നത് ഗ്വിനി പിഗ്സിൽ. ഇതിന് ഓൾറെഡി ഇമ്മ്യൂണൈസ്ഡ് ആയിട്ടുള്ള ഗ്വിനി പിഗ്സിലോട്ട് ഈ ഓർഗാനിസത്തിനെ ഇനോക്കുലേറ്റ് ചെയ്ത് കൊടുക്കും. സോ അപ്പം ഈ ഗ്വിനി പിഗ്സ് അല്ലെങ്കിൽ ഈ എക്സ്പെരിമെൻ്റൽ ആനിമൽ ഇതിനെ ഡിസ്ട്രോയ് ചെയ്ത് കളയുവാണ്, അല്ലെങ്കിൽ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് കളയും ഈ ഒരു ഓർഗാനിസത്തിനെ. ആ ഒരു ഫിനോമിനയാണ് അവിടെ ഫീഫർ ഫിനോമിനൻ. അത് റിലേറ്റ് ചെയ്തിരിക്കുന്നത് വിബ്രിയോ കോളറയാണ്. വിബ്രിയോ കോളറയുടെ സ്ട്രെയിൻസ് അതിന് യൂസ് ചെയ്യാം. സ്പൊറാഡിക് സമ്മർ ഡയേറിയ മേ ബി കോസ്ഡ് ബൈ സ്പൊറാഡിക് സമ്മർ ഡയേറിയ മേ ബി കോസ്ഡ് ബൈ. ഓപ്ഷൻ എ ഈക്കോളെ, ഓപ്ഷൻ ബി ഹബ്സീനിയ, ഓപ്ഷൻ സി സെറേഷ്യ, ഓപ്ഷൻ ഡി ഹെൻട്രോബാക്ടർ. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ഈക്കോളെ. ട്രാവലേഴ്സ് ഡയേറിയ കോസ് ചെയ്യുന്നത് ഈക്കോളയുടെ ഏത് സ്ട്രെയിനാണ്? ETEC ആണ് ട്രാവലേഴ്സ് ഡയേറിയ കോസ് ചെയ്യുന്നത്. ഈക്കോളെ പ്രൊഡ്യൂസ് വിച്ച് ടൈപ്പ് ഓഫ് ടോക്സിൻ? ഓപ്ഷൻ എ എക്സോടോക്സിൻ, ഓപ്ഷൻ ബി എൻഡോടോക്സിൻ, ഓപ്ഷൻ സി ല്യൂക്കോസിഡിൻ, ഓപ്ഷൻ ഡി ബോത്ത് എ ആൻഡ് ബി. ഏതാണ് ഈക്കോളെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോക്സിൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി ബോത്ത് എൻഡോടോക്സിൻ ആൻഡ് എക്സോടോക്സിൻ. വിച്ച് ഓർഗാനിസം ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ഫീവർ ടു എ മാൻ ഡീലിംഗ് വിത്ത് ഗോഡ്സ്? Which organism is responsible to the fever to a man caused by goats ആനിമൽസിൽ കൂടി, പെറ്റ് ആനിമൽസ്, ഈ നമ്മുടെ ഡൊമസ്റ്റിക് ആനിമൽസിൽ കൂടി ഹ്യൂമൻസിലോട്ട് വരുന്നത് ഏത് ഓർഗാനിസമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ട്രിപ്പോണിമ പലിഡം, ഓപ്ഷൻ ബി മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസ്, ഓപ്ഷൻ സി ക്ലോസ്ട്രിഡിയം നൊവൈൽ, ഓപ്ഷൻ ഡി ബ്രൂസെല്ല മെലിറ്റൻസിസ്. So the right answer is option D ആണ് Brucella melitensis. The immunity acquired by inoculation of a living organism of attenuated virulence.
The immunity acquired by inoculation of living organism of attenuated virulence. Option A, artificial active immunity. Option B, passive immunity. Option C, natural active immunity. Option D, herd immunity. ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ശരിക്കും പറഞ്ഞാൽ എന്താണ് ചോദിച്ചിരിക്കുന്നത്? അറ്റുനുവേറ്റഡ് ഓർഗനിസം, ലിവിങ് ഓർഗനിസം ഓഫ് അറ്റുനുവേറ്റഡ് വിറുലൻസ്. ലിവിങ് ആണ്, പക്ഷേ അതിൻ്റെ ആ വിറുലൻസ് ഫാക്ടറൊക്കെ അറ്റുനുവേറ്റഡ് സ്റ്റേറ്റിലാണെങ്കിൽ അതെന്താണ്? വാക്സിൻ ആണ് അല്ലേ, ഇമ്മ്യൂണൈസേഷൻ ആണ്, വാക്സിനേഷൻ ആണ്. വാക്സിനേഷൻ വഴി ഉണ്ടാകുന്ന ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റിയാണ്. ആർട്ടിഫിഷ്യൽ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റിയാണ്. സോ ഇതിൽ നമുക്ക് ഇവിടെ എന്ത് ഹേർഡ് വന്നിട്ടുണ്ട്, ഹേർഡ് ഇമ്മ്യൂണിറ്റി. ഹേർഡ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയെ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, കമ്മ്യൂണിറ്റിയെ മൊത്തം ഒരു കമ്മ്യൂണിറ്റി, ഒരു പോപ്പുലേഷൻ മുഴുവൻ ഇമ്മ്യൂണൈസ്ഡ് ആകുന്നതിനെയാണ്. ഫുൾ ഫോം ഓഫ് HLA. ഓപ്ഷൻ എ, ഹ്യൂമൻ ല്യൂക്കോസൈറ്റ് ആൻറ്റിജൻ. ഓപ്ഷൻ ബി, ഹിസ്റ്റോ ല്യൂക്കോസൈറ്റ് ആൻറ്റിജൻ. ഓപ്ഷൻ സി, human lymphocyte antigen. Option D, human leukocyte antibody. So the right answer is option A, human leukocyte antigen ആണ് HLA. MHC ഹ്യൂമൻസിലുള്ള MHC ടൈപ്പാണ്, ജീനിനെയാണ് നമ്മൾ HLA എന്ന് പറയുന്നത്. MHC എന്ന് പറഞ്ഞാൽ മേജർ ഹിസ്റ്റോ കോമ്പാറ്റബിലിറ്റി കോംപ്ലക്സ്. നമ്മൾ സെല്ലുലാർ ഇമ്മ്യൂണിറ്റിയുടെ കാര്യമൊക്കെ പറഞ്ഞപ്പം അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു MHC 2 ടൈപ്പ് ഉണ്ടെന്നും അത് ഏതൊക്കെ ടൈപ്പ് സെൽസിലാണ് കാണുന്നതെന്നൊക്കെ പറഞ്ഞു. മൊത്തം 3 ടൈപ്പ് ഉണ്ട്. അതിൽ നമ്മൾ ഇമ്മ്യൂണിറ്റിയുടെ കേസ് പറയുമ്പം പ്രധാനമായിട്ടും പറയുന്ന 2 ടൈപ്പാണുള്ളത്, ടൈപ്പ് 1ഉം ടൈപ്പ് 2ഉം എന്ന്. മേജർ ഹിസ്റ്റോ കോമ്പാറ്റബിലിറ്റി കോംപ്ലക്സിൻ്റെ ഒരു ഹ്യൂമൻസിലേക്ക് വരുമ്പോൾ ഉള്ള ആ ജീൻസിനെ പറയുന്നതാണ് നമ്മൾ HLA എന്ന്. സോ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ്. മെഡിക്കൽ മൈക്രോബയോളജിയാണ്. സോ കമൻസിലും ഒക്കെ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇൻഡസ്ട്രിയൽ മൈക്രോബയോളജി. അത് നമ്മൾ ഇൻഡസ്ട്രിയൽ മൈക്രോബയോളജിയുടെ സിലബസ് ബേസ്ഡ് ഒരു ക്ലാസ്സും മൊത്തം കവർ ചെയ്തുകൊണ്ടൊരു ക്ലാസ്സും അതിൻ്റെ MCQസും ഉടനെ തന്നെ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിപ്പം മെഡിക്കൽ മൈക്രോബയോളജിയുടെ കുറേ ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ ഓൾറെഡി കുറച്ചൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ഇമ്മ്യൂണോളജിയുടെ ക്വസ്റ്റ്യൻസുമാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്കിനി ജോയിൻ ചെയ്യാം. അതേപോലെ സൂപ്പർ താങ്ക്സും സൂപ്പർ ചാറ്റും ഒക്കെ എനേബിൾ ആയിട്ടുണ്ട്. അതൊക്കെ എല്ലാവർക്കും യൂസ് ചെയ്യാം. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുന്നവർക്ക്, ചാനലിൽ ജോയിൻ ചെയ്യുന്നവർക്കായിട്ട് സ്പെഷ്യൽ വീഡിയോസും നോട്ട്സും ഒക്കെ നമ്മൾ തരുന്നതായിരിക്കും. അതേപോലെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നമ്മൾ നോട്ടിഫിക്കേഷൻസ് ഇടുന്നതായിരിക്കും, ലിങ്ക്സ് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. നമുക്ക് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലെല്ലാം റിവിഷനാണ് നടത്തേണ്ടത്. ഓൾമോസ്റ്റ് നമ്മളൊരു 27 വീഡിയോസ് ക്ലാസ്സസ് ഇട്ടിട്ടുണ്ട്, ഡിഫറെൻറ്റ് ടോപ്പിക്സും ഒക്കെ. ഫ്രം ഹിസ്റ്ററി ഓഫ് മൈക്രോബയോളജി മുതൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ MCQs തന്നെ എനിക്ക് തോന്നുന്നു ഇത് 5ാമത്തെ സീരീസാണെന്ന്. സോ ഇതെല്ലാം കാണുക. ഓക്കെ, താങ്ക് യു ഓൾ. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയുക. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.